മിനിസ്ക്രീനിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ടെലിവിഷൻ സിറ്റ്കോമാണ് ഉപ്പും മുളകും. 2015-ൽ ആരംഭിച്ച സിറ്റ്കോം 2200-ലധികം എപ്പിസോഡുകൾ പിന്നിട്ട് ജൈത്രയാത്ര തുടരുകയാണ്. ഇപ്പോൾ 3-ാം സീസണാണ് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിജു സോപാനം, നിഷ സാരംഗ്, ജൂഹി റുസ്തഗി, ഋഷി അൽസാബിത്ത്, ശിവാനി, ബേബി അമേയ, ബേബി നന്ദൂട്ടി തുടങ്ങിയ ഒരുപാട് കലാകാരന്മാരുടെ തലവര തന്നെ മാറ്റിമറിച്ചതാണ് ഉപ്പും-മുളകും. പതിവായി കണ്ടുവരുന്ന സീരിയലുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഉപ്പും-മുളകിലെ അഭിനേതാക്കളുടെ പ്രകടനം, കഥാപരിസരവുമെല്ലാം. വൻ വിജയമായി മുന്നോട്ടു പോവുകയായിരുന്ന സിറ്റ്കോം പരാജയം രുചിച്ച് തുടങ്ങിയത് പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്ന ബിജു സോപാനവും നിഷ സാരംഗും ഋഷിയും ശ്രീകുമാറൊക്കെ പിന്മാറിയതോടെയാണ്. കഴിഞ്ഞ വർഷം സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്ന നടിയുടെ പരാതിയെ തുടർന്ന് ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെ പോലീസ് കേസെടുത്തത്. ഒരാൾ നടിക്കെതിരെ ലൈംഗികാതിക്രമണം നടത്തിയെന്നും രണ്ടാമത്തെയാൾ ഭീഷണിപ്പെടുത്തിയുമെന്നാണ് കേസ്. ഈ സംഭവത്തോടെ ബിജുവും ശ്രീകുമാറും സീരിയലിൽ നിന്ന് പിന്മാറി. നിഷ സാരംഗും ഉപ്പും-മുളകും ടീമുമായി സഹകരിക്കുന്നില്ല. ഋഷിയും സീരിയൽ അണിയറ പ്രവർത്തകരുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സിറ്റ്കോമിൽ നിന്ന് പിന്മാറിയത്. വാനും നീലവും മുടിയനും ഒന്നും എപ്പിസോഡിൽ പ്രത്യക്ഷപ്പെടാതെയായതോടെ പ്രേക്ഷകർക്കും സിറ്റ്കോം കാണാനുള്ള ആവേശം നഷ്ടപ്പെട്ടു. റേറ്റിംഗിലും ഉപ്പും-മുളകും വളരെയധികം പിന്നോട്ടായി. റേറ്റിംഗിൽ കൂപ്പുകുത്തി വീണ സിറ്റ്കോം ഉയർത്തെഴുന്നേറ്റത് നടൻ സിദ്ധാർത്ഥ് പ്രഭു സിദ്ധു എന്ന കഥാപാത്രവുമായി സീരിയലിൽ രംഗപ്രവേശം ചെയ്തതോടെയാണ്. ജൂഹി അവതരിപ്പിക്കുന്ന ലച്ചു എന്ന കഥാപാത്രത്തിൻ്റെ ഭർത്താവിൻ്റെ റോളാണ് സിദ്ധാർത്ഥ് പ്രഭു ചെയ്തിരുന്നത്. നേരത്തെ തട്ടിയും മുട്ടിയും സീരിയലിൽ അഭിനയിച്ച് ജനപ്രിയനായതുകൊണ്ട് തന്നെ ഉപ്പും-മുളകിലെ സിദ്ധാർത്ഥിൻ്റെ പ്രകടനം വളരെ വേഗത്തിൽ തന്നെ ജനങ്ങളുടെ സ്വീകാര്യത നേടിയെടുത്തു. റേറ്റിംഗും കൂട്ടി. എപ്പിസോഡുകൾ എല്ലാം വൈറലായി മാറി. എന്നാൽ ക്രിസ്മസ് ദിനത്തിൽ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടം സൃഷ്ടിച്ച സിദ്ധാർത്ഥിൻ്റെ വാർത്തയും വീഡിയോകളും കാട്ടുതീ പോലെയാണ് പടർന്ന് സിറ്റ്കോമിനെയും ബാധിച്ചത്. സിദ്ധാർത്ഥ് ഓടിച്ച വാഹനമിടിച്ച് കാൽനടയാത്രക്കാരന് പരിക്കേറ്റിരുന്നു. ചോദ്യം ചെയ്ത നാട്ടുകാരെ തടയാനെത്തിയ പോലീസിനെയും സിദ്ധാർത്ഥ് ആക്രമിച്ചു. ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ സംഭവത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ സിദ്ധാർത്ഥ് അപ്രത്യക്ഷനായി. മാത്രമല്ല, കേസും വിവാദവും ഉണ്ടായതിനാൽ താരത്തെ ഉപ്പും-മുളകിൽ നിന്ന് പുറത്താക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ പ്രൊമോയിലും സിദ്ധാർത്ഥിൻ്റെ സാന്നിധ്യമുണ്ട്. ചിലപ്പോൾ മുൻകൂട്ടി ഷൂട്ട് ചെയ്ത് വെച്ച എപ്പിസോഡുകളാകാം ഇവ. വാനും നീലവും മുടിയനുമെല്ലാം പോയതിന് ശേഷം വന്ന വിടവ് നികത്തിയത് സിദ്ധാർത്ഥാണെന്നും അതിനാൽ ഒരു ചാൻസ് കൂടി താരത്തിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രേക്ഷകർ നിരവധിയാണ്. ഒരു വാണിംഗ് കൊടുക്കുന്നതേയുള്ളൂ, പിരിച്ച് വിടേണ്ട ആവശ്യമില്ലല്ലോ. ഏറെയും കമന്റുകൾ. അതേസമയം സിദ്ധാർത്ഥും ഭാഗമായ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. സിനിമയാണ് കുട്ടിക്കാലം മുതലേ സിദ്ധാർത്ഥിൻ്റെ ലക്ഷ്യം. ചേച്ചി ഭാഗ്യലക്ഷ്മിക്കൊപ്പമാണ് സിദ്ധാർത്ഥ് തട്ടിയും മുട്ടിയും സീരിയലിൽ അഭിനയിച്ചിരുന്നത്. അഭിനയത്തിന് പുറമെ സ്വന്തമായി ചില ബിസിനസ്സുകളും താരത്തിനുണ്ട്. തട്ടിയും മുട്ടിക്കും ശേഷം പഠനത്തിലാണ് ഭാഗ്യലക്ഷ്മി ശ്രദ്ധ കൊടുത്തത്. നഴ്സായ ഭാഗ്യലക്ഷ്മി ജോലിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിദേശത്ത്